യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സേവിയർ. തൃശ്ശൂർ ജില്ലയിലെ ചിറന്നുള്ളി ഇടവകയിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ 2023 ഏപ്രിൽ മാസത്തിൽ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അന്ന് ടി വിയിലാണ് കണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ടി വിയിൽ കാണുമ്പോൾ, ഈ വിളക്ക് കത്തിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആളാണ് പ്രയർ ചെല്ലിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ വലിയ ഫോൺ മേടിച്ചത്. ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഞാനെന്നും പുലർച്ചെ എഴുന്നേറ്റ് 3 മണിക്ക് 2 കൊന്ത കുരിശിൻ്റെ വഴി കരുണ കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണണ്. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മടിയിൽ കിടക്കണം. മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാതാവ് എന്നെ, നമ്മൾ കുഞ്ഞു മക്കളെ അമ്മമാരും വയ്ക്കണമാരി എന്നെങ്ങനെ അത്രയ്ക്കും സുഖമായൊരു ചുംബന എനിക്ക് തരുന്നു കൗളത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, അറബി അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അമ്മ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ കുറേ പറഞ്ഞതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, മോളപ്പം എന്നെ നോക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ എടുത്തിട്ട് പൊന്തിക്കുകയാണ്. അതായത് നമ്മൾ അമ്മമാർ കുഞ്ഞു മക്കളെ എന്നെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ച് പിടിക്കില്ലേ. അപ്പം അങ്ങനെ അമ്മ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ വരെ പൊന്തിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച്, ഇത് മനസ്സിൽ ഞാൻ വിചാരിക്കണം. അപ്പം എന്നെ കാണിച്ചു തരുന്നത് ഒരു വലിയൊരു കലം, ചരുവം മറ്റൊരു വലിയൊരു കലം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. ആ കലത്തിൻ്റെ ഉള്ളിൽ ഏഷ് കളറിൽ സാരി ഉടുത്ത മാതാവും അതിന് തൊട്ടടുത്ത് നല്ലിടയൻ്റെ വടി പിടിച്ചിട്ടുള്ള കർത്താവിന് ഞാൻ കാണുന്നു. അപ്പോൾ അതുവരെ ഞാൻ മാതാവിനെ, കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരി അമ്മ ഉടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, മാതാവ് ഏഷ് കളർ സാരി എടുത്തിട്ട് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അന്ന് ജീവിത പങ്കാളി എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് കൃപാസനത്തിലെ മാതാവാന്ന് പറഞ്ഞു തന്നില്ല. അങ്ങനെ സ്വപ്നം കഴിഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിന് 23-ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം ഫോണിൽ സാക്ഷ്യങ്ങളും ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ, പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നം കണ്ടത് ഈ കൃപാസനത്തിലെ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കലവൂർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം പണ്ട് വഞ്ചികളൊക്കെ കലത്തിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കലവൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ മാതാവിനെ കാണിച്ചു തന്നത്. അപ്പോൾ ശരിക്കും കലവൂരുള്ള മാതാവിനെ തന്നെയാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ മാതാവിനോടും പറയാറുണ്ട്, എല്ലാവർക്കും നീ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പെട്ടെന്ന്, നല്ല പ്രയറുള്ള ആളാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എനിക്ക് കാണിച്ചു തരുന്നത്, ഞാൻ എന്നും തുണി അലക്കിയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഒന്നും കാണില്ല. ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഴവില്ലല്ല, നമ്മുടെ ഉടമ്പടി ക്ലാസ്സിൽ നേരത്തെ നമ്മൾ ഈ ബൈബിളിൻ്റെ ചുറ്റും ഒരു കിരീടം മാതിരി മാതിരി ഒരു ഷെയ്ഡിൽ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് മാതിരി നമ്മൾ കാണാം. അത് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇല്ല, ഉടമ്പടി ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ ശരിക്കും ആ ബൈബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ഒരു വളയം കാണാം. അതേമാതിരി ഞാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കും പ്രകാശത്തിൽ വലിയൊരു വളയം, ഫുൾ വൃത്തല്ല, ഫുൾ ഒരു വളയായിട്ട് ഞാനത് കണ്ടു. ഞാൻ എന്നിട്ട് താഴത്ത് വന്ന് നോക്കിയപ്പോഴും അത് ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് പെരടി വേദനയായിട്ട് ഞാൻ ആഴ്ചയിൽ, ഞാനൊരു ദൈവകൃപ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പെരടി വേദനയായിട്ട് ആഴ്ചയിൽ 3 ടാബ്ലറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കത് മാറില്ല, കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനത് ടാബ്ലറ്റ് എടുക്കും. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ പരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്, ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന അടുത്ത ബസ്സിൽ കയറി ഞാൻ വൊമിറ്റ് ചെയ്യും. അത്രയ്ക്കും വൊമിറ്റാണ് എനിക്ക്. പിന്നെ 2 ഗുളിക കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ എല്ലായിടത്തേക്കും പോവാറ്. അങ്ങനെ ഞാൻ ഉടമ്പടി അന്ന് ആദ്യമായിട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഉടമ്പടി ഉപ്പ്, ജീവിത പങ്കാളി എടുത്ത ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് എത്ര ദൂരം പോയാലും എനിക്ക് വൊമിറ്റിംഗ് ഇല്ല.
പിന്നെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുക അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സോറി ടമ്മേ, എനിക്കത് പറയാനൊന്നും യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പ്രാവശ്യമാണ് രണ്ടാമത്തെ മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവകൃപ ലഭിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ബൈബിള് ഉടമ്പടി ഇടുന്നതിന് മുന്നേ അങ്ങനെ പ്രയറും കാര്യം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കൽ കുറവായിരുന്നു. കാരണം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പോൾ ഒക്കെ അറിയണതാണ്. പിന്നെ പഴയ നിയമമാണ് കുറേ രാജാക്കന്മാരൊക്കെ അല്ല, അപ്പോൾ വായിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബൈബിൾ സ്ഥിരം നമുക്ക് വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരം വായിച്ച് തുടങ്ങിയതിൻ്റെ അവിടുന്ന് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് വായിക്കാറ്. കണ്ണാട ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കണ്ണാട വെക്കണ്ട. അതെങ്ങനെ വായിച്ച് വരുന്ന വഴിക്ക് 6 വരികൾ എനിക്ക് വലിയ വലിയ അക്ഷരങ്ങളായിട്ട് എനിക്ക് തരും. അതിൻ്റെ അപ്പുറത്തും ചെറിയ അക്ഷരങ്ങളായിരിക്കും. വായിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതാവണ മാതിരി അങ്ങനെ വായിച്ച് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങളുടെ പേരാമംഗലത്ത് 33 കുട്ടികൾ എബിലിറ്റി ഇല്ലാത്ത പിള്ളേർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അവിടെ 7:30 തുടങ്ങും അവിടെ കുട്ടികളെ കുളിപ്പിക്കൽ. അപ്പം ഞാൻ 7:30 പോയി എൻ്റെ കുർബാന മുടങ്ങും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 5:30 ഞാൻ പോയിട്ട് ആ പള്ളിയിൽ കുർബാന കണ്ടിട്ട് ആ മക്കളെ കുളിപ്പിക്കും, അവരുടെ ടോയ്ലറ്റ് കഴുകും, അവർ ഇന്നറൊക്കെ കഴുകി വൃത്തിയാക്കി അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പോരാറ്. പിന്നെ ഞാൻ എൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ഞാൻ അവരുടെ സുഖവിവരം ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, മോൾക്ക് എന്താ ഇവിടെ ജോലിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ജോലിയല്ല, ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ആലപ്പുഴയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മാതാവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ. നമ്മുടെ ജീവിതം വിശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ച മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആത്മീയമായി കുറേ ഉന്നതി നമുക്ക് കിട്ടും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ പത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഈ പത്രം അവിടെ വെച്ചേക്കണം നിങ്ങൾ എന്ന് പറയും. അത് വേറൊരു കുട്ടി തന്നു പോയത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രം വേറെ മേടിക്കണ്ട, ഇത് തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ കൊന്തെത്തിക്കാറുണ്ട്. ദിവസം കുർബാന, വിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി കുർബാനയായാലും ഞാൻ തന്നെ പോയിട്ട് കണ്ടിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ മുഴുവൻ ഞാൻ തന്നെയായിരിക്കും പകല്. അപ്പം ഞാൻ ഏതാണ്ട് നേരമൊക്കെ ദൈവവിചാരം മാത്രമേ ഉള്ളൂ. കാരണം പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴി ദൈവകൃപയിലേക്ക് കാണാണ്ട് ചെല്ലാൻ കിട്ടും, കുരിശിൻ്റെ വഴി മുഴുവൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളി എത്തണം വരെ ഞാൻ കുരിശിൻ്റെ വഴി ഒരു 8ാം സ്ഥലം വരെ ചെല്ലി കഴിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരെയിലുള്ള കാരണം ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ചെല്ലി അവസാനിപ്പിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ 1, 2 ഒന്നല്ല, നമ്മുടെ ഇവിടുന്ന് അയക്കുന്ന എല്ലാ സാക്ഷ്യവും ഞാൻ കാണും. പിന്നെ ഉടമ്പടി ക്ലാസ് ഞാൻ 11:30 ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ടുഡേന്ന് എടുത്തിട്ട് ഇവിടെ ധ്യാനം തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, തുടക്കത്തിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും വിശ്വാസം കുറഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറയാറുണ്ട് നമ്മളോട്, 60% ഉള്ളവരെ ദൈവം 100 നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള നമുക്ക് വിഷമവും സന്തോഷം ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും, മനസ്സിലായി 30% ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ട്, അവരെ 30 കൂടി കളയല്ല ഈശോയെ എന്ന് ഞാൻ പറയാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകൻ 15:19 കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു, മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. ജെസ്സി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 10ാമത് പുതുക്കലിൽ നിൽക്കുമ്പോൾ ആത്മീയമായ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവ് എങ്ങനെ മകളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു, കൂടുതൽ ഉടമ്പടി സുവിശേഷത്തിൻ്റെ പ്രഘോഷകയാക്കി വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിന് മകളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ സൂചിപ്പിച്ചത് ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. അത് മടവില്ലായും സ്വപ്നമായും സന്ദേശമായും ചിലപ്പോഴൊക്കെ പോകുന്ന വഴികളിൽ കൂടെ നടക്കുന്ന വ്യക്തിയായും പരീക്ഷകളിൽ താനെ ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്നതായും ഒക്കെ നമ്മൾ സുഗന്ധാഭിഷേകമായും ഒക്കെ നമ്മൾ അമ്മ മാതാവിൻ്റെ വിവിധങ്ങളായ സാന്നിധ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, കൃപാസനത്തിന് വരുന്നതിന് മുമ്പ് ഒരു കലത്തിനകത്ത് ഒരമ്മയുടെ ആഷ് കളറിൽ വസ്ത്രം ധരിച്ച ഒരമ്മയുടെ ചിത്രം എനിക്ക് ദർശനത്തിൽ കിട്ടി. ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് ഈ അമ്മ മാതാവിനെ തന്നെയാണ് കണ്ടതെന്നും ആ കലവുമായി ബന്ധമുണ്ടെന്നും ഒക്കെ മനസ്സിലായതെന്ന്
പ്രിയമുള്ളവരെ, എളിയവരെ അമ്മ മാതാവ് അമ്മയുടെ സംരക്ഷണം നൽകിയും സാന്നിധ്യാനുഭവം നൽകിയും നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. മക്കളെന്ന രീതിയിൽ ചിലപ്പോൾ നാം ചെയ്യുന്ന ബാലിശമായ പിടിവാശികൾക്ക് പോലും അമ്മ മാതാവ് തൻ്റെ സാന്നിധ്യ അനുഭവങ്ങളെ നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഒന്നേ നമുക്ക് ലക്ഷ്യമുള്ളൂ, അമ്മ തൻ്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി അവരുടെ ആത്മാക്കളെ ഒരുക്കിയെടുക്കുവാനാണ്. ഉടമ്പടി എടുത്തിട്ട് നാം പരിശോധിക്കപ്പെടേണ്ട മേഖല ഏതാണ്? എത്ര കണ്ട് എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്? എത്ര കണ്ട് എൻ്റെ ആത്മാവിൽ ദൈവസ്നേഹം നിറയുന്നുണ്ട്? എത്ര കണ്ട് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് സന്നദ്ധതയും സന്തോഷവും ധൈര്യവും വരുന്നുണ്ട്? ആ ഒരു പ്രക്രിയയും ആ ഈശോയെ സ്വന്തമാക്കുന്ന വലിയൊരു സന്തോഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതം അതത് സ്മൂത്ത് വേയിൽ, റൈറ്റ് വേയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ ഉടമ്പടി ജീവിതം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ ഉന്തി ജീവിക്കുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഉടമ്പടി ജീവിതം കാര്യം നേടുന്ന ദിവസം വരെയും ഉന്തി പോകുവാനുള്ളതല്ല. ഉടമ്പടി എടുത്ത ദിവസം മുതൽ എൻ്റെ കർത്താവ് എനിക്ക് സ്വന്തമാകുന്നതിന് വേണ്ടി നിരന്തരം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതാണ്. നമുക്ക് തന്നെ പറയുവാനാവണം, ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ജീവിതമാണ് ഇപ്പോഴുള്ളത്. ഒരു കൃപയുടെ ജീവിതം, ആരോടും പരാതിയില്ലാത്ത, ഒന്നിനെക്കുറിച്ച് സങ്കടമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത, ദൈവം എൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും, ഉചിതമായ സമയത്ത് വേണ്ടതൊക്കെയും എനിക്കൊരുക്കി തരും എന്ന പ്രത്യാശയുള്ളൊരു ജീവിതം നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ എന്നത്. അതുകൊണ്ട് കാര്യം നേടുവാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയുടെ ജീവിതമായിട്ടല്ല, മറിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള കൂടുതൽ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ഉടമ്പടി കുറേ കൂടി അർത്ഥമുള്ളതാവുക, ആഴമുള്ളതാവുക. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പോലും അക്ഷരങ്ങൾ വലുതായി വരുന്നു. അതൊരു പ്രത്യേകമായ കൃപ ലഭിക്കുന്നതാണ്. ദൈവവചനത്തോട് നിരന്തരമായി പുലർത്തുന്ന സ്നേഹം, അതിന് തനിക്കുള്ള കാഴ്ചക്കുറവിനെ പോലും പരിഗണിക്കാതെ അതിനുവേണ്ടി നിരന്തരം അധ്വാനിക്കുവാൻ മകൾ കൊടുക്കുന്ന ഒരു സന്നദ്ധത, അതിന് ദൈവം കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്. വായിച്ചു പോകുന്ന ഇടങ്ങളിൽ മാത്രം അക്ഷരങ്ങൾ വലുതാക്കി കൊടുത്തുകൊണ്ട് അതിനെ, ആ വായനയെ സുഗമമാക്കുക എന്നത്. മറ്റൊന്ന്, ഛർദി കാരണം വാഹനം കയറാൻ പറ്റാതിരുന്ന വ്യക്തി ആ വാഹനത്തിൽ കയറിയ ആദ്യ നിമിഷം ആ ജീവിത പങ്കാളി നൽകിയ ഉടമ്പടിയുപ്പ് നാവിൽ വെച്ചിട്ട് ഇന്ന് വരെയും കുഴപ്പമില്ലെന്ന് ഇന്ന് പ്രഭാതത്തിലൊരു സാക്ഷ്യം അപ്പിയപ്പെട്ടിട്ടുണ്ട്. മകൾ പറയും, 40 വർഷം എനിക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാൻ പറ്റില്ല, എപ്പോൾ കയറിയാലും ഞാൻ ഛർദ്ദിക്കും, കുഴഞ്ഞു വീഴും, തലവേദന വരും. അതുകൊണ്ട് കൃപാസനത്തിന് വരുവാൻ ആഗ്രഹമുണ്ട്. ഇത്ര ദൂരമുള്ള യാത്രയോർത്തിട്ട് ഒത്തിരി തവണ ഞാനിത് മാറ്റിവെച്ചു. പക്ഷേ ഞാൻ അമ്മ മാതാവ് തന്നെ എനിക്കൊരു സ്വപ്നം നൽകിക്കൊണ്ട് എന്നോട് യാത്ര പുറപ്പെടാൻ പറഞ്ഞു. ഞാൻ കൃപാസനത്തിന് വന്നു, പിന്നീട് ഇന്ന് വരെയും എനിക്ക് ഛർദി വന്നിട്ടില്ല. അതേ സാധനം, അതേ സാക്ഷ്യം ഇതാ മറ്റൊരാൾ ഇവിടെ അൾത്താരയിൽ അതേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. അതാണ് അമ്മയുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് അവിചാരിതമായി ലഭിക്കുന്നതല്ല പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളും അനുഭവങ്ങളും. അമ്മ ഒരാൾക്ക് കൊടുത്താൽ തുടരെ അതേ മേഖലയിൽ അതുപോലെ ക്ലേശിക്കുന്നവർക്ക് അത് അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിക്കൊടുത്തുകൊണ്ട്, ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, എന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് പരിഹരിച്ച് അവരെ സഹായിക്കുവാൻ ഞാൻ കൂടെ നിൽക്കുമെന്ന്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി ആത്മീയമായ സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.